ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല വിൻ്റർ ഉള്ളൊരു ഡേ ആണ്. ഞാൻ നിങ്ങൾക്ക് മറ്റേ ഭാഗം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ കാലമായി ഇവിടെ നിന്നൊരു വ്ളോഗ് എടുത്തിട്ട്, അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്നുള്ള പ്ലാനിലാണ്. ഫുൾ പുകയാണ്, നല്ല ഫോഗുള്ള ദിവസമാണ്. എന്നാണെങ്കിൽ മോർണിംഗ് തന്നെ ക്ലാസ് ഉണ്ട്, അപ്പോൾ രാവിലെ തന്നെ എണീക്കേണ്ടി വന്നു. സോ ഇന്ന് ഒരു വിൻ്റർ ഡേ എൻ്റെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഗൈസ്. ഭയങ്കര തണുപ്പുണ്ട്. അത് ഞങ്ങളുടെ ഗ്രൗണ്ടാണ്, പക്ഷെ അവിടെ ഒന്നും കാണുന്ന പോലും ഇല്ല. ക്യാമറ ആയതുകൊണ്ട് എൻ്റെ അവിടെയുള്ള ഫോഗൊന്നും ആരും കാണുന്നില്ല. പക്ഷെ ഭയങ്കര തണുപ്പുണ്ട്. ഞാനാണെങ്കിൽ ഇന്ന് വലിയ കാര്യത്തിൽ ഇന്നലെ അത്ര തണുപ്പില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ അധികം തണുപ്പൊന്നും ഇല്ലായിരിക്കും, അപ്പോൾ ജാക്കറ്റൊന്നും ഇടണ്ടെന്ന് വെച്ചിട്ട് ജാക്കറ്റൊന്നും ഇട്ടില്ല. അത് കണ്ടു, ഇതാണ് അവസ്ഥ. ഹായ് ഗായ്സ്, ഇനിയിപ്പോൾ ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ വരെ എത്തി. ഇനിയിപ്പോൾ ക്ലാസ്സിൽ കയറണം. ക്ലാസ്സിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഫോൺ യൂസ് ചെയ്യാം, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരാം. രാവിലെ ഞാൻ ഫുഡ് കഴിച്ചൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ എത്ര തണുപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ രാവിലെ തൊട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എടുക്കാൻ തുടങ്ങിയത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഇതിൽ കൂടെയാണ് കയറുന്നത്. ഇതാണ് ഞങ്ങളുടെ ബ്ലോക്ക്, ഡി ബ്ലോക്ക്. അപ്പോൾ ഈ കാണാനാണ് ക്ലാസ്. ഇനി കൂടുതൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും, കാരണം ക്ലാസ്സിൻ്റെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന വീഡിയോ എടുക്കാനൊന്നും പാടില്ല. അപ്പോൾ ഈ കാണാനാണ് ക്ലാസ്മേറ്റ്സ്. അങ്ങനെ ക്ലാസ്സൊക്കെ ഒരു 12:15 അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. യെസ് ഗായ്സ്, അപ്പോൾ ക്ലാസ് കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ ഗൈസ് ക്ലാസ് കഴിഞ്ഞു. ഗൈസ് ഇവിടെയൊക്കെ പണി നടക്കുകയാണ്. ഒന്നും കാണുന്നില്ലല്ലോ, ഭയങ്കര തണുപ്പുണ്ട്. കൂടെ കാറ്റും കൂടെ വന്നുകൊണ്ട് കൈയൊക്കെ ഇങ്ങനെ ഫ്രീസായിരിക്കുകയാണ്. എന്തോ മോർണിംഗിലുണ്ടായിരുന്ന ഫോഗ് ഇപ്പം ഇല്ലയെന്നുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു, കാരണം നല്ല കാറ്റുള്ള ടൈമായിരുന്നു. തണുപ്പും കാറ്റും കൂടി വന്നുകൊണ്ട് നമുക്ക് ഒട്ടും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഒരു തണുപ്പായിട്ട് ഇങ്ങനെ നമ്മുടെ ബോൺസിലൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന പോലത്തെ തണുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ അവിടുന്ന് ഞാൻ നടക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് ഭയങ്കര രസമുള്ള കാര്യങ്ങളൊക്കെ തണുപ്പായി കഴിയുമ്പോൾ ഇവിടെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് വിൻ്റർ ഡ്രസ്സും അതുപോലെ തന്നെ ഒരുപാട് സ്വെറ്റേഴ്സ്, കമ്പിളികൾ ഒക്കെ ഇങ്ങനെ നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട്. ഈ ഭാഗത്തു നിന്നാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. പട്ടികളൊക്കെ കണ്ടില്ലേ, എന്ത് ക്യൂട്ടായിട്ട് അവരെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചിരിക്കുന്നതല്ലേ. പിന്നെ എവിടെയൊക്കെ നോക്കി നടന്ന് അങ്ങനെ റൂമിലെത്തിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ ടൊമാറ്റോ സൂപ്പ് വല്ലതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ടൊമാറ്റോ സൂപ്പാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇതൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കുറേ സൂപ്പുകൾ കൊടുത്തിരുന്നു, കാരണം ഫ്രണ്ട്സ് വന്നവരൊക്കെ പറഞ്ഞു നല്ല തണുപ്പുണ്ട്, അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന എന്തുണ്ടെങ്കിലും അതൊക്കെ കൊടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോൾ സൂപ്പ് കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സൂപ്പൊക്കെ വാങ്ങാം, നല്ല തണുപ്പത്തെ ചൂട് സൂപ്പ് കഴിക്കാനൊക്കെ നല്ല രസമല്ലേ. അതൊക്കെ കഴിച്ച് പിന്നെ ഒരു 1.5 hour ഞാൻ കിടന്ന് ഉറങ്ങി. ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങണം, രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ വാങ്ങണം. പോയിട്ട് പുറത്തിറങ്ങാൻ പോകുന്നില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പോയി വാങ്ങിയിട്ട് വരണം. എനിക്ക് രാത്രിക്ക് ഉണ്ടാക്കുന്നു. ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും ഭയങ്കര തണുപ്പാവും. അപ്പോൾ പിന്നെ ഇറങ്ങാൻ പറ്റില്ല. സോ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു. ഓക്കെ, ഇനി പുറത്തൊക്കെ പോയിട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് വരാം. ലിഫ്റ്റ് ഇപ്പോൾ വേറെ നിന്നു, പക്ഷേ ലിഫ്റ്റ് വർക്ക് വരുന്നില്ല. അപ്പം പിന്നെ സ്റ്റെയർ ഇറങ്ങണം. നല്ല തണുപ്പും കൂടി ഉള്ളതുകൊണ്ടേ വർക്ക് ചെയ്യുമ്പോൾ അത് ചൂട് കിട്ടുന്നുണ്ട്. അപ്പം നടന്നാലും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊന്നും വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട്. ഇവിടെ അടുത്തൊരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട്, സോ അവിടെ പോയി വാങ്ങാമെന്ന് വെച്ചിട്ടാണ്. ഒരു പച്ചക്കറി ഈ സമയത്ത് എത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ വന്ന് വാങ്ങിയിട്ട് കാര്യമില്ല. സോ ഞാൻ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. टोमेटो आधा किलो.
അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. പച്ചക്കറി, ഉള്ളി, സോയാബീനൊക്കെ ആയിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇനി എണ്ണ തേക്കണം, നല്ല ചൂട് വെള്ളത്തിലൊന്ന് കുളിക്കണം. സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നു. വീട്ടിൽ ജീവൻ പോയി, ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു എണ്ണയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിവിടെ വന്നതിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ എണ്ണ തേക്കട്ടെ. എന്നിട്ട് സ്കൂളിലൊക്കെ കഴിഞ്ഞു. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ പ്രാക്ടീസ് ചെയ്തു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കണം. പിന്നെ ഡെസർട്ടേഷൻ റിസർച്ച് കണ്ടിട്ട് പേടിക്കണ്ട, ഞാൻ ലെൻസ് യൂസ് ചെയ്യുന്ന ആളായിട്ട് ഇപ്പോൾ കണ്ണട വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ പുറത്ത് പോയിട്ട് ഒരു പാക്കറ്റ് പാല് വാങ്ങിയിട്ട് വരണം. അപ്പോൾ പാല് വാങ്ങിയിട്ട് വരാം. പാല് വാങ്ങി ഇറങ്ങിയപ്പോൾ പുറത്ത് തന്നെ നല്ല ചൂട് മോമോസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പ്ലേറ്റ് മോമോസും വാങ്ങി, പാലൊക്കെ വാങ്ങി തിരിച്ചെത്തി. അങ്ങനെ ഞാൻ സോയാബീൻ കറി ചപ്പാത്തിയും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ കുക്ക് ചെയ്താണ് കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ സോയാബീൻ കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, അതൊക്കെ കഴിച്ചു. നല്ല തണുക്കുന്നുണ്ട്, പുതപ്പിൻ്റെ ഉള്ളിലാണ്. ഇനി ഇത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു. കാരണം ഭയങ്കര തണുപ്പായിരുന്നു മൊത്തത്തിൽ. അത് കഴിഞ്ഞ് ഡാൻസ് കളിച്ചപ്പോൾ ഒന്ന് ചൂടായി. ഇനി പുതപ്പിനുള്ളിൽ കട്ടെ, അതാണ് ഇനി മെയിൻ ഉദ്ദേശം. കിടന്നുറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ഡേ. നല്ല തണുപ്പുള്ള ഡേ ആയിരുന്നു പൊതുവെ. അപ്പോൾ ഇപ്പോൾ പുതപ്പിനുള്ളിലാണ്. ഇനി അങ്ങനെ കിടന്നുറങ്ങണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഗുഡ് നൈറ്റ് ഗായ്സ്.